ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 31ാമത്തെ ക്ലാസ് ആണ്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധാപൂർവം കണ്ടു തീർക്കണം. എല്ലാം നല്ല ചോദ്യങ്ങളാണ്, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ 50-ലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോരാതെ നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളും അവസാന ഭാഗത്തുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടെത്തുക. ഉത്തരം ഞാൻ പിൻഡ് കമൻ്റായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കണ്ടെത്താവുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള നോട്ട്സ് ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. അപ്പം ഇലകളാണെങ്കിൽ കൊഴിയും, നമുക്ക് മുണ്ടാണെങ്കിൽ അഴിയും, അങ്ങനെയൊക്കെ ചിന്തിച്ചു വെക്കുക. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭൻ. വിമോചന സമരം നടന്നത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏത്? മിനുക്ക്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്ക്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. ഇപ്പൊ നെഹ്റുവിന് കുട്ടികളെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് കുട്ടികളെ പുന്നായിരിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. കേരളത്തിൽ കാറ്റാടിപ്പാടം വഴി ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? കഞ്ചിക്കോട്. കേരളത്തിൽ കാറ്റാടിപ്പാടം വഴി ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം കഞ്ചിക്കോടാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെയാണ്? പുനലൂർ. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂർ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. 1ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? KN രാജ്. 1ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധനാണ് KN രാജ്. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ്? ഥാർ മരുഭൂമി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഥാർ മരുഭൂമി. ഇപ്പോൾ വടക്കു പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് പെട്ടെന്ന് മാപ്പ് വരണം. എവിടെയാണ് വടക്ക്, എവിടെയാണ് പടിഞ്ഞാറ്, അപ്പം എവിടെയാണ് വടക്ക് പടിഞ്ഞാറ് എന്നൊക്കെ ആ ഒരു ചിന്ത വേണം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഇന്ത്യയിലേതല്ല പറയുന്നത്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്
സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A. ഒരു ഇന്ത്യൻ പത്രാധിപർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെ. ഒരു ഇന്ത്യൻ പത്രാധിപർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിനെ. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏതാണ്? ഡയഫ്രം. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏതാണ്? ഡയഫ്രം. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാണ്? ഇരുമ്പ്. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഇരുമ്പ്. മലമ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് കൊതുക്. മലമ്പനി പരത്തുന്ന കൊതുക് അനോഫിലസ് കൊതുക്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. കൊഴുപ്പ് അടിഞ്ഞുകൂടി ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പ് അടിഞ്ഞുകൂടി ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അമിത രക്തസമ്മർദ്ദം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അശ്വമേധം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അശ്വമേധം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? സർ സിറിൽ റാഡ്ക്ലിഫ്. അതുകൊണ്ടാണ് റാഡ്ക്ലിഫ് ലൈന് ഇന്ത്യയുടെ പാകിസ്ഥാൻ അതിർത്തി രേഖയായിട്ട് അങ്ങനെ ഒരു പേര് വന്നത്, റാഡ്ക്ലിഫ് ലൈൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവനായിരുന്നു സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടി നടന്നത് എവിടെയാണ്? അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ 1984. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം 1984 അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ, USSR. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ. കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? മാനാഞ്ചിറ തടാകം, കോഴിക്കോട്. കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? മാനാഞ്ചിറ തടാകം, കോഴിക്കോട്. ഓക്കെ, അപ്പോൾ കോഴിക്കോട് മാനാഞ്ചിറ തടാകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ കോഴിക്കോടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണിത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലെ മംഗളവനം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി. ലിംഗാനുപാതം സെക്സ് റേഷ്യോ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ഓക്കെ. മംഗളവനം പക്ഷി സങ്കേതം വന്ന വർഷം 2004 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ല കണ്ണൂർ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് ഗഗൻയാൻ. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളി ചലച്ചിത്ര സംവിധായകൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളി ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. 2028 ഒളിമ്പിക്സ് വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് എവിടെയാണ്? ലോസ് ആഞ്ചൽസ്. 2028 ഒളിമ്പിക്സ് വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് ലോസ് ആഞ്ചൽസ്. ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലൂറ. ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്ലൂറ. ശരീരത്തിൽ ജലത്തിന്റെ വിനിമയം നടത്തുന്ന കല ടിഷ്യൂ ഏതാണ്? സൈലം. ശരീരത്തിൽ ജലത്തിന്റെ വിനിമയം നടത്തുന്നത് സൈലം. ഫുഡ് വിനിമയം നടത്തുന്ന ഭക്ഷണ വിനിമയം നടത്തുന്ന ആരാണ്? ഫ്ലോയം. ഫുഡ് ഫ്ലോയം, ജലം സൈലം. ഹൃദയത്തിന്റെ താഴെയുള്ള അറകളെ എന്ത് വിളിക്കുന്നു? വെൻട്രിക്കിൾ. ഹൃദയത്തിന്റെ താഴെയുള്ള അറകളാണ് വെൻട്രിക്കിൾ. ഡെങ്കിപ്പനി പരത്തുന്ന വൈറസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫ്ലാവി വൈറസ്. ഈഡീസ് ഈജിപ്തി കൊതുകുകളാണ് ഇത് പരത്തുന്നത്. വൈറസ് ചോദിച്ചാൽ അത് ഫ്ലാവി വൈറസ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ കാലത്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥാപിതമായത് ഹൈദരാബാദ്. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത ഗാർബ നൃത്തരൂപം ഏത് സംസ്ഥാനത്തിലേതാണ്? ഗുജറാത്ത്. ഗാർബ ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് നെടുങ്കണ്ടത്ത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്.
ചോദ്യം 1. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഓപ്ഷൻ എ NH 66, ഓപ്ഷൻ ബി NH 544, ഓപ്ഷൻ സി NH 766, ഓപ്ഷൻ ഡി NH 183. ചോദ്യം 2. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ എ AD ഹാരിസൺ, ഓപ്ഷൻ ബി വില്യം ലോസ്ഡേൽ, ഓപ്ഷൻ സി ജേക്കബ് ജോസഫ് മർഫി, ഓപ്ഷൻ ഡി റോബർട്ട് ക്ലൈവ്. ചോദ്യം 3. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കൊല്ലം. ചോദ്യം 4. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിതമായത് ഏത് മഹാരാജാവിന്റെ ഭരണകാലത്താണ്? ഓപ്ഷൻ എ സ്വാതി തിരുനാൾ, ഓപ്ഷൻ ബി ധർമ്മരാജ, ഓപ്ഷൻ സി ശ്രീ ചിത്തിര തിരുനാൾ, ഓപ്ഷൻ ഡി ആയില്യം തിരുനാൾ. ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ് നാളെ ഇതേ സമയത്ത് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്കുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും നാളെ തന്നെ വരുന്നതാണ്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. ബൈ ഫ്രണ്ട്സ്.